നമസ്കാരം. വിഷുഫലം. വിഷുഫലത്തിൽ രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലഘട്ടം ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്നെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഒരു വിഷുഫലത്തിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ദോഷഫലങ്ങളാണ് കൂടുതൽ വരുന്നത്. ഗുണഫലങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. കൃത്യമായി ജാതകം പരിശോധിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുക. വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ ഇപ്പോൾ രാശി മാറുകയാണ്. ഈ രാശിമാറ്റത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുകയും ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അതിനും കൂടി പരിഹാരം ചെയ്തു പോയാൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ദോഷങ്ങൾ കുറയുകയും ചെയ്യും. ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരം എന്ന വണ്ണം നിത്യവും നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹ തടസ്സമാണോ അല്ലെങ്കിൽ ജോലി തടസ്സമാണ്, വിദ്യാഭ്യാസ തടസ്സമാണ് എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. ആ പേരും നാളിലും ആ ആവശ്യം പറഞ്ഞ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രാർത്ഥനയിലും പൂജയിലും ഉൾപ്പെടുത്തും. ഒരു ചെറിയൊരു നേട്ടം അല്ലെങ്കിൽ ചെറിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധിച്ചാൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ വിഷുഫലത്തിൽ രോഹിണി നക്ഷത്രത്തിൽ ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈശ്വര പ്രാർത്ഥനകളാലും സൽക്കർമ്മങ്ങളാലും തൊഴിൽ മേഖലയിൽ പരാജയങ്ങളെ ഒഴിവാക്കി വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും സാധിക്കും. നിങ്ങളുടെ കഴിവിൽ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുവാനും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും. കൈവിട്ടുപോയി എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ വാങ്ങുവാൻ സാധിക്കും. കുടുംബപരമായി നമുക്ക് ലഭിക്കാതെ മറ്റാരെങ്കിലും പിടിച്ചെടുത്ത വസ്തുക്കൾ അതിനെ നമ്മുടെ കയ്യിലേക്ക് വരുവാൻ സാധ്യതയേറെ കൂടുതലാണ്. മാത്രമല്ല അത് നമുക്ക് വാങ്ങുവാനും അതിനുള്ള സാമ്പത്തികം നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ കുറവായി കാണുന്നുണ്ട്. ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്ക് ഫലങ്ങൾ കുറയുകയും പേരിനും പ്രശസ്തിക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഫലങ്ങൾ കൂടുതലും കിട്ടുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾ രോഹിണി നക്ഷത്രക്കാരാണ് എന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിനുള്ള സ്ഥാനമാനങ്ങൾ കിട്ടുവാൻ പോകുന്നില്ല. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. നീതിന്യായ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേസോ വഴക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഗുണഫലം നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി, നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഗുണഫലം തന്നെ നിങ്ങളെ തേടി വരും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് അതിനെ ആ ഒരു അന്തരീക്ഷം മാറ്റുകയും സ്വന്തം കഴിവ് നിങ്ങളുടെ റിസ്കിൽ മാത്രം അന്തരീക്ഷം, അതായത് ദോഷപരമായ അനുഭവം, അതായത് അവിടെ ഒരു വഴക്കുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി, എല്ലാവരും ദേഷ്യത്തിലും സങ്കടത്തിലും നിന്ന അവസരത്തിലും നിങ്ങൾ അവിടെ എത്തിച്ചേരുന്നതോടൊപ്പം അവിടെ ഒരു ആഹ്ലാദപരമായ അന്തരീക്ഷം കൊണ്ടുവരാൻ നിങ്ങളുടെ സംസാരത്തിനും പെരുമാറ്റത്തിനും സാധിക്കും.
അത്രയ്ക്കും പ്രാധാന്യം കുടുംബത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നർത്ഥം. അത് നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ പോലും വീട്ടിനുള്ളിലുള്ള അഭിപ്രായ വ്യത്യാസം നിങ്ങളുടെ കടന്നു വരവോടുകൂടി അവിടെ പൂർണ്ണമാകുകയും സ്റ്റോപ്പ് ആവുകയാണ്. അവർ സ്നേഹത്തോടു കൂടി പിന്നെ സംസാരിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾക്ക് അത്രയ്ക്കും പ്രാധാന്യം ആ വീട്ടിനുള്ളിൽ ഉണ്ട് എന്നതാണ്. നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം തീർച്ചയായും ഉണ്ടാകുക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ വിപരീത സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, അത് മറ്റ് മേഖലയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് പോലും നിങ്ങളുടെ സഹായം വേണ്ടി വരും. മറ്റുള്ളവരുടെ ജീവിത ഉയർച്ചയിൽ നിങ്ങൾ ആയിരിക്കും അതായത് സന്തോഷിക്കുകയും അവർക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും അവരെ സഹായിക്കുക, എല്ലാ പിന്തുണയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സാഹചര്യത്തും അവരുടെ കൂടെ ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണം വളരെ നല്ലത് തന്നെയാണ്. കാരണം ത്വക്ക് സംബന്ധമായ രോഗങ്ങളോ അലർജി സംബന്ധമായ രോഗങ്ങൾക്കോ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. പൂർവിക സ്വത്ത് ലഭിക്കുവാൻ കാലതാമസം എടുക്കും. യാത്രക്കിടെ ചെറിയ വീഴ്ചകൾ, പരുക്കുകൾ, ചെറിയ ചതവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്ര ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അലട്ടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്ഷേത്രദർശനം നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ബിസിനസ്സിൽ നിന്നും മികച്ച നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ആത്മാർത്ഥമായും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുകയും തൊഴിൽപരമായി സ്ഥാനമാറ്റം ഉണ്ടാകുകയും ഗ്രഹത്തിൽ ശാന്തത കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടം കൈവരിക്കുന്ന ഒരു വർഷമായിരിക്കും. ബന്ധുഗൃഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും മുൻപന്തിയിൽ നിങ്ങൾക്ക് തന്നെ സ്ഥാനമുണ്ടാകുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു വർഷമാണ്. പുതിയ പദ്ധതികൾ പണം മുടക്കുകയും അതിൽ നിന്നും മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടം വരാൻ സാധ്യത കൂടുതലാണ്. ആത്മാർത്ഥമായി ശ്രമിക്കുക, നല്ലതായിരിക്കും. അധികാരികളിൽ നിന്നും അനുകൂല തീരുമാനവും അവരുടെ അഭിനന്ദനങ്ങളും നിങ്ങളെ തേടി വരും. ദാമ്പത്തിക ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. വസ്തു വാങ്ങുവാനും വീട് വയ്ക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കുടുംബത്തിലെ ശാന്തത നിലനിർത്തുവാൻ വേണ്ടി മറ്റുള്ളവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ദോഷശമനങ്ങൾക്കും ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഈ ഒരു വർഷക്കാലഘട്ടം മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിത്യവും ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഭഗവാനെ നിങ്ങളുടെ പക്കനാൾ വരുന്ന ദിവസങ്ങളിൽ പാൽപായസ വഴിപാട് നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ദോഷവും മാറിപ്പോകുകയും ഗുണപരമായ അനുഭവങ്ങൾ വരികയും ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ ജാതകം പരിശോധിക്കുകയും അതിന്റെ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായും മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, ചെറിയ തരം പ്രശ്നങ്ങൾക്ക് ചെറിയൊരു പരിഹാരം എന്നവണ്ണം നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക. പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുകയും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ദോഷങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും.